സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ ചാൻസലറായ ഗവർണർക്ക് കനത്ത തിരിച്ചടി. ചാൻസലർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. സർക്കാർ നൽകുന്ന പാനലിൽ നിന്നും നിയമനം നടത്തണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. സ്ഥിര VC നിയമനത്തിൽ ഇനി കാലതാമസം ഉണ്ടാകരുത് എന്നുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ചാൻസലർ നടപടികൾ നിയമവിരുദ്ധമെന്ന് തെളിഞ്ഞെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രതികരിച്ചു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് നിയമമന്ത്രി പി രാജീവും പറഞ്ഞു. ഗവർണർ നടത്തിയ നിയമവിരുദ്ധമായ നടപടി കോടതി തള്ളിയിരിക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാണ് നിരന്തരം ലഭ്യമാകുന്ന കോടതി വിധികൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഗവർണറായിട്ടുള്ള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ ഇപ്പോൾ ഇവിടെ ഇന്ന് ചാൻസലറും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയധികം തെറ്റാണ് എന്നുള്ളത് ഈ രണ്ട് കോടതി വിധിയിൽ നിന്നും സുവ്യക്തമായ നിലയിൽ തെളിഞ്ഞിരിക്കുകയാണ്. ചാൻസലർക്ക് ഉള്ള അധികാരത്തെ സംബന്ധിച്ച് ഇന്നത്തെ കോടതി വിധി വളരെ ശ്രദ്ധേയമാണ്. യഥാർത്ഥത്തിൽ നിയമത്തിനകത്ത് തന്നെ സർക്കാരിന്റെ പാനലിൽ നിന്ന് വേണം താൽക്കാലിക VCമാരെ നിയമിക്കാൻ എന്ന് നിഷ്കർഷിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. താൽക്കാലിക VCമാരെ ചാൻസലർ ഇപ്പോൾ വയ്ക്കുന്ന രീതി, ഇപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പത്തെ ചാൻസലർ ആയിരിക്കുമ്പോഴും എടുത്തിട്ടുള്ള രീതി എന്നുള്ളത് ഈ പേരുകൾ എവിടെ നിന്ന് വരുന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല, ഒരു സുതാര്യതയില്ല, ഇവരുടെ മെറിറ്റിനെ കുറിച്ച് വ്യക്തതയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏകപക്ഷീയമായി ശൂന്യതയിൽ നിന്ന് പേരുകൾ എടുത്ത് നിയമിക്കുന്ന രീതി ഒരു സംവിധാനത്തിനകത്തും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം അത് ഈ മട്ടിൽ പാടില്ല എന്ന രീതിയിലുള്ള കോടതിയുടെ നിരീക്ഷണം, അത് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം അതിന്ന് വരുന്നു. ഒപ്പം തന്നെ നിലവിൽ അത് ഗവർണർക്ക് ഇതിലുള്ള തിരിച്ചടിയായി വിലയിരുത്തപ്പെടുകയും ചെയ്യുമ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് ഈ വിഷയത്തിലെ സർക്കാർ ഗവർണർ പോര് ഇനി മാറുക? പ്രജിൻ, സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല ഈ രണ്ട് VC നിയമനങ്ങൾ നിയമപരമല്ല എന്നാണ് കഴിഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവിലുണ്ടായിരുന്നത്. സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം താൽക്കാലിക VCമാരെ നിയമിക്കാനെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് ചാൻസലറായ ഗവർണർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. പക്ഷേ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു. സർവകലാശാലകൾക്ക് മേൽ ഗവർണർക്ക് അധികാരമുണ്ട്, ചാൻസലർക്ക് അധികാരമുണ്ട്. പക്ഷേ അത് സ്വന്തം ഇഷ്ടപ്രകാരം അത് പ്രയോഗിക്കാനാകില്ല എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഒപ്പം 3 പേരുകൾ, ഒറ്റ പേരിലേക്ക് ഈ VC നിയമനം ചുരുങ്ങാതെ 3 പേരുടെ പട്ടിക പ്രകാരം നിയമിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി അടക്കമുള്ള വിധികൾ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഗവർണറെ കോടതി ഓർമ്മിപ്പിച്ചു. സംസ്ഥാന സർക്കാരിനോടും അതോടൊപ്പം തന്നെ VCയോടും പ്രധാനമായും കോടതി ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു നിരീക്ഷണം, ഈ താൽക്കാലിക VCമാരുടെ സമയപരിധി 6 മാസമായി കുറക്കണം. അതോടൊപ്പം തന്നെ താൽക്കാലിക VCമാർ എന്നതിനപ്പുറത്തേക്ക് സ്ഥിരം VC നിയമനത്തിലേക്ക് പോകേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഭാവി അടക്കം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്ഥിരം VC നിയമനം അടിയന്തരമായി നടത്തണം. അത് സംസ്ഥാന സർക്കാരും ചാൻസലറും ഈ രണ്ട് സർവകലാശാലയിലും അത്തരത്തിൽ നിയമനങ്ങൾ നടത്താൻ തയ്യാറാകണമെന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സിസ തോമസിനും അതോടൊപ്പം തന്നെ ഡോക്ടർ കെ ശിവപ്രസാദിനും ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പുറത്തേക്ക് പോകേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ നിയമനങ്ങൾ ഈ രണ്ട് സർവകലാശാലകളിലും ഉണ്ടാകും. അതിനെ ഏതെങ്കിലും തരത്തിൽ ഗവർണർ എതിർക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഗവർണറെ സംബന്ധിച്ച് ഇനി മുൻപിലുള്ളത് സുപ്രീം കോടതിയിലേക്ക് പോകുക എന്നാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഇതേ വിഷയത്തിൽ സുപ്രീം കോടതിയെ ഗവർണർ സമീപിച്ച ഘട്ടത്തിൽ, കണ്ണൂർ യൂണിവേഴ്സിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിച്ച ഘട്ടത്തിൽ അവിടെ നിന്ന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ വിധിയുമായി സുപ്രീം കോടതിയെ പോയി കഴിഞ്ഞാലും ഗവർണർക്ക് അനുകൂലമായ നിലപാടുണ്ടാകാനുള്ള സാധ്യത ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് മുൻപിലുള്ള ഒരു ഓപ്ഷൻ സുപ്രീം കോടതിയാണ്. അദ്ദേഹം പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഈ പോര് മുറുകി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വലിയ തിരിച്ചടിയെന്ന് ഈ വിധിയെ വിശേഷിപ്പിക്കാം. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.